ഹലോ ഗായ്സ്, അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഹസ്ബൻഡ് വന്നുകൊണ്ടൊന്നും വീഡിയോ ഇടാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ കണ്ണൂർക്കാണ് പോകുന്നത് കേട്ടോ. കണ്ണൂർക്ക് വേറെ ഒന്നുമല്ല, കണ്ണൂർ നമ്മൾ പറശ്ശിനിക്കടവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. വെളുപ്പിനൊരു 5 മണി ഒക്കെ ആയപ്പോൾ റെഡി ആയതാണ്. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ട്രെയിന് അത് കഴിഞ്ഞിട്ട് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ട്രെയിനിൽ ജനറലിലാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി ഉറങ്ങായിരുന്നു കേട്ടോ. അവളെ വിളിക്കാൻ നിന്നില്ല, ഡ്രസ്സ് മാറ്റിച്ചില്ല, എന്നിട്ട് നേരെ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിൻ കയറാനായിട്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് വലിയ പൈസയൊന്നും ആയില്ല, 400 രൂപ എല്ലാം കൂടെ ആയിരുന്നു. ഒരാൾക്ക് 100 രൂപ ആയുള്ളൂ. അപ്പോൾ ഈ കുട്ടി ലാസ്റ്റ് എണീറ്റു കേട്ടോ. അങ്ങനെ കുട്ടി എണീറ്റിട്ട് കൊട്ടായ ഇട്ടിട്ട് ഇരിക്കുകയാണ് ആൾ. ഞാൻ അതിനിടയിൽ കടിയൊന്നും കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി എണീറ്റിട്ട് ഈ കുട്ടിയുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. കാലിന് വയ്യാത്തൊരു അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈസ എടുത്ത് കൊടുത്തു. അപ്പോൾ ആൾ പോയിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രെയിൻ വന്നു കേട്ടോ. നമ്മൾ നോക്കിയൊന്ന് കുറേ നേരമായിട്ടിരിക്കുകയായിരുന്നു. അധികം നേരം ലേറ്റ് ആയില്ല, എന്നാലും കുറച്ച് വൈകി. അപ്പോൾ ട്രെയിൻ കിട്ടി, സീറ്റൊക്കെ കിട്ടി കേട്ടോ. ഇങ്ങനെ സീറ്റ് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കിട്ടി. രാവിലെ ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയിൽ ഊട്ടിയുടെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ടോ. കുളിച്ചിട്ടൊന്നുമില്ല ഊട്ടി. പിന്നെ അവിടെ ചെന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിനിടയിൽ എല്ലാവരുമായിട്ടും കമ്പനിയായി വേഗം. പിന്നെ അവളാണെങ്കിൽ വലിയ കാര്യമായിട്ട് ഇടച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കാറിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇടച്ചിലൊക്കെ ആയിരിക്കും. പക്ഷെ ട്രെയിന് വലിയ കുഴപ്പമുണ്ടാകാറില്ല. ഇതിന് മുന്നും ഗുരുവായൂർ പോയപ്പോഴും വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ട്രെയിനായിരിക്കും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ എല്ലാവരെയും ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാരെ വലിയ കാര്യമായിട്ട് വാശിയൊന്നും പിടിച്ചില്ല. പിന്നെ അവൾക്കൊരു ബിസ്ക്കറ്റൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് പോരാൻ നേരത്ത് സ്റ്റേഷനിൽ പാലും വെള്ളം നമ്മൾ കുപ്പിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോൾ അതിനിടയിൽ അമ്മയുടെ തലയൊക്കെ മുട്ടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയും മുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവൾക്ക് കളിയായി. അങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ടോ അതൊന്ന് പിടിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി. പക്ഷെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്കാണെങ്കിൽ ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. നൈസായിട്ട് നോക്കി നോക്കലും ഒക്കെ ആയിരുന്നു. ഒന്ന് കുറഞ്ഞതാണ്. പിന്നെ അവൾ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ച് ശരിയായതാണ്. പിന്നെയും അപ്പോൾ ഈ കറ്റടിയും ഒക്കെ കൊണ്ടിട്ടാണ് പിന്നെയും വരുന്നത്. പക്ഷെ ഉഷാറ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പൂസിൻ്റെ കൂടെ കുറേ നേരമായി. അപ്പൂസ് ഇങ്ങനെ ചോദിക്കണം ഗാഡി വന്നിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് വീട്ടിൽ പിന്നെ വന്നിരുന്നു കേട്ടോ അച്ഛൻ്റെ കൂടെ. അങ്ങനെ അച്ഛനെയും കൂടെ സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൂരൊക്കെ എത്തിയിട്ടാണ്. കണ്ണൂരൊക്കെ വേഗം എത്തി. പിന്നെ നമ്മൾ അറിഞ്ഞില്ല, അങ്ങനെ വാശി പിടിക്കാത്തതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി അടിക്കൂടെ പോന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈസായിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയതാണ് നമ്മൾ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് എത്തി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. 11:50 അപ്പോൾ നമ്മൾ കണ്ണൂർ പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ്റെ ഓരോ ഇതുകളും അതിൽ കാണിക്കാൻ കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ല ഹോട്ടലാണെന്ന് മനസ്സിലായി. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വെച്ചു. ചോറാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛനത് വന്നു കേട്ടോ. അച്ഛന് ആദ്യം വന്നപ്പോൾ യൂട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യൂട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടും അവൾ വലിയ കാര്യമായിട്ട് കഴിക്കണ്ടായിരുന്നില്ല ചോറ്. എല്ലാം സത്യ പോലെ ആയിരുന്നു കേട്ടോ. പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വലിയൊരായിട്ട് ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ. അങ്ങനെ കഴിക്കണ്ടായിരുന്നില്ല. പൊതുവെ അവൾ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ അധികം കഴിക്കില്ല. അപ്പോൾ ബിസ്ക്കറ്റ്, പാല് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നു. അങ്ങനെ ബസ് കയറിയിട്ടോ അവിടെ നിന്ന്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ബസ്സിന് പോകുന്നു കേട്ടോ. ഞാനും ചേട്ടനും കൂടെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടി അപ്പോൾ അച്ഛനും അമ്മയുടെയും കൂടെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് അവൾ ഇങ്ങോട്ടും പോകുന്നു കേട്ടോ. ഞങ്ങളടുത്ത് വന്നിരുന്നു കേട്ടോ. അങ്ങനെ അവളവിടെ ബസ്സിനിങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ. ഇതിന് മുന്നേ ബസ്സിന് കൊണ്ടുപോയിട്ടുണ്ട്. KSRTCക്കായിരുന്നു ആദ്യം കൊണ്ടുപോയത്.
ഇപ്പോൾ ആദ്യമായിട്ടാണ് കുറച്ച് നാളായിട്ടാണ് ഇപ്പോൾ ബസ്സിന് കയറുന്നത്. ഞാനും കുറേ നാളായി. അപ്പോൾ ബസ് ടിക്കറ്റ് എടുത്ത് 100 രൂപ ആയുള്ളൂ കേട്ടോ. എല്ലാവർക്കും കൂടെ 4 പേർക്കും കൂടെ 100 രൂപ ആയുള്ളൂ. അപ്പോൾ ബസ്സിന് ഇവിടുന്ന് കുറച്ചും കൂടെ ട്രാവൽ ചെയ്യണം. കണ്ണൂരിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ വശം ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോയി കേട്ടോ, സ്റ്റാൻഡിലേക്ക്. അപ്പോൾ അവർ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 550 രൂപ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഊട്ടി അതിനിടയിൽ ബസ്സിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു, ഉറങ്ങി എഴുന്നേറ്റുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വന്നു അവിടേക്ക് എത്താനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ ഭയങ്കര ഒട്ടും സൗകര്യമില്ലാത്തതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ്റെ മടിയിലാണ് ഇരുന്നത് കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ ഒരു കയറ്റം ഇറക്കമുള്ളൊരു ഏരിയ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി. അവിടെ ഒരു റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോറിക്ഷക്കാരൻ, പക്ഷേ ഞങ്ങൾ അത് എടുത്തില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ റൂമുകളുണ്ട്. അപ്പം അമ്മ ഇതിന് മുന്നേ വന്നപ്പോൾ അവിടെ റൂമിൽ താമസിച്ചിരുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം, അടുത്ത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലാണത്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹോട്ടലാണ് കേട്ടോ. ഞാൻ കയറി നോക്കി, മുത്തപ്പൻ്റെ ഒക്കെ ഫോട്ടോയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ റൂം കാണിച്ചു തരാം ഒരാൾ. ഇഷ്ടപ്പെട്ടാൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു AC റൂമാണ് എടുത്തത് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു റൂം തന്നെ എടുത്തത്, സെപ്പറേറ്റ് എടുത്തില്ല. അപ്പോൾ ഞാനവിടെ ഒരു മിറർ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഈ കുട്ടിയും അച്ഛനും കൂടെ കിടന്നു കേട്ടോ. അപ്പോൾ അച്ചാച്ചനെ ഭയങ്കര ജീവനാണ്. അപ്പോൾ ഇതൊരു അച്ചാച്ചൻ്റെ പിന്നാലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, ഇത്തിരി നേരം കിടന്നു കേട്ടോ, റെസ്റ്റ് എടുത്തു. അതിന് വൈകിട്ട് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലോട്ട് പോന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കുളിച്ചിട്ട് ജസ്റ്റ് അമ്പലത്തിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഒരു രാത്രിയാകുമ്പോൾ തുള്ളലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു 6:30 ആകുമ്പോൾ ഒരു തുള്ളലുണ്ട് പറഞ്ഞപ്പോൾ കയറി. പിന്നെ ഞങ്ങൾ പയറും പിന്നെ തേങ്ങാക്കൊത്തുണ്ടായിരുന്നു കേട്ടോ. അതാണ് പ്രധാന ഇത് കേട്ടോ. ഞാനും ഈ കുട്ടിയൊക്കെ കഴിക്കുകയാണ്, അമ്മയുണ്ട്. പിന്നെ ഒരു ചായയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഈ കുട്ടിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ അവന് ഇപ്പം എല്ലാ പിള്ളേരെയും കാണുമ്പോഴും അവൾ പിച്ചാൻ നിൽക്കും കേട്ടോ മുഖത്ത്. അപ്പോൾ അത് ഭയങ്കര സ്നേഹപ്രകടനം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ലാസ്റ്റ് ടാറ്റൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി ആ കൊച്ചിനെ. കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നേരം. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറമേ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പുഴയുടെ വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇത്തിരി കൂടെ നടന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ അതിന് മുന്നേ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവിടെ ഇരിക്കാൻ സ്പേസൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് പട്ടികളൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ നിന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് ഫോണൊന്നും കയറ്റില്ല. അങ്ങനെ തുള്ളലൊക്കെ കണ്ടു തിരിച്ച് പോകുന്നു കേട്ടോ. ഈ കുട്ടി നല്ല ഉറക്കമായിരുന്നു. ആ തുള്ളലിൻ്റെ ഇടയിലൊക്കെ ഉറക്കമായിരുന്നു കേട്ടോ. പക്ഷേ ആ തുള്ളലിൻ്റെ ആ ടൈമിലെത്തിയപ്പോൾ ഞാൻ നിന്നപ്പോൾ തന്നെ സമയം കാണിക്കാൻ പറ്റി. അങ്ങനെ ലാസ്റ്റ് ഒന്ന് ഇറങ്ങി കുറച്ച് പർച്ചേസിങ് ചെയ്യാൻ വിചാരിച്ചു. വലിയ കാര്യമായിട്ടില്ല കേട്ടോ. എനിക്ക് ക്ലിപ്പും കമ്മൽ അങ്ങനെയൊക്കെ നോക്കി. പിന്നെ ഈ കുട്ടിക്ക് വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഈ കുട്ടിക്ക് വലിയ കാര്യമായിട്ട് ഒന്നും വാങ്ങിക്കാത്തതുകൊണ്ട് കുട്ടിക്ക് ഒരു ചെറിയൊരു PP പോലത്തെ ഒരു സംഭവം ലേറ്റ് എത്തണമെന്ന് വാങ്ങിച്ചു. വേറൊന്നും വാങ്ങിച്ചില്ല. അവൾക്ക് വലിയ കാര്യമായിട്ട് ഇങ്ങനെ കളിപ്പാട്ടങ്ങളോട് വലിയൊരു ഇതില്ല, കമ്പില്ല, ചോദിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. അപ്പോൾ ഈ കുട്ടി ചായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ദോശ അവൾക്ക് വേണ്ട, ചായ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ കൊടുത്തു കേട്ടോ. അവൾക്ക് സമ്മതിക്കണില്ല, കഴിക്കാനായിട്ട് ഇട്ടോളും ഭയങ്കര മടിയായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. ചായയും വെള്ളവും അങ്ങനെയുള്ളത് മാത്രം അവൾ കുടിക്കണുള്ളൂ, വേറൊന്നും കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോയിട്ടോ. അങ്ങനെ റൂമിലെത്തിയിട്ട് ഈ കുട്ടി വെള്ളം കൂടി തന്നെയായിരുന്നു പണി. അങ്ങനെ അച്ഛൻ കുറേ മാറ്റി വെച്ചു വെള്ളം കൊടുക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ എന്നിട്ട് വെള്ളം കുടിച്ച് തീർത്ത് കുപ്പിയൊക്കെ കാലിയാക്കിയിട്ടോ. പിന്നെ രാവിലെ ആണെങ്കിൽ ദർശനം ഉള്ളത്. ഇനി രാവിലെ ദർശനം കഴിഞ്ഞ് തിരിച്ച് പോണ വീഡിയോ പിന്നെ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ ഓക്കെ, ബൈ.